ഹലോ ഗൈസ്, ഇന്നൊരു ടേസ്റ്റി ഹെൽത്തി ബ്രെഡ് സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. ഞാനിവിടെ വീറ്റ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഒരു സവാളയും തക്കാളിയും ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ അരിഞ്ഞിട്ടുണ്ട്. നമുക്ക് പെട്ടെന്നൊരു മയോണൈസ് തയ്യാറാക്കാം. പുഴുങ്ങിയ മുട്ട, 2 വെളുത്തുള്ളി, ക്രഷ്ഡ് പെപ്പർ, കുറച്ച് വിനീഗർ, കുറച്ച് ഒലിവ് ഓയിൽ, 1 സ്പൂൺ നോർമൽ ഓയിൽ, പാകത്തിന് ഉപ്പും കുറച്ച് പാലും ചേർത്ത് അരച്ചെടുക്കുന്നുണ്ട്. ഒലിവ് ഓയിൽ ഓപ്ഷണലാണ്. നമുക്ക് ഹെൽത്തി ആയിട്ട് ടേസ്റ്റി ആയിട്ട് മയോണൈസ് ഇങ്ങനെ തയ്യാറാക്കാം. കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഒരു പുഴുങ്ങിയ മുട്ട റൗണ്ട് ഷേപ്പിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രയാണ് നമുക്ക് സാൻഡ്വിച്ച് തയ്യാറാക്കാൻ വേണ്ടത്. നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കിയാലോ. ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മയോണൈസാണ് തേച്ച് കൊടുക്കുന്നത്. ഇഷ്ടത്തിനനുസരിച്ച് തേച്ച് കൊടുക്കാം കേട്ടോ. ഞാനിതിൽ ടൊമാറ്റോ സോസ് ഉപയോഗിച്ചിട്ടില്ല. നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾ എടുത്തോളൂ കേട്ടോ. തേച്ചിട്ട് സവാളയും തക്കാളിയും വെച്ച് കൊടുക്കുന്നുണ്ട്. അരിഞ്ഞ് വെച്ച പുഴുങ്ങിയ മുട്ടയും വെച്ച് കൊടുക്കുന്നുണ്ട്. അടുത്ത ബ്രെഡിൽ ഇതേപോലെ മയോണൈസ് തേച്ചിട്ടാണ് വെക്കുന്നത്. ഇതിന് പകരം സോസ് ഉണ്ടെങ്കിൽ തേച്ചോളൂ കേട്ടോ. നമുക്ക് സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ചൂടായ പാനിലേക്ക് ഇട്ട് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരുപാട് അങ്ങ് മൊരിച്ചെടുക്കണ്ട. ബ്രെഡിൻ്റെ സോഫ്റ്റ്നെസ്സൊക്കെ ഇല്ലാണ്ടാവും കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ചാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കാം. ചട്ടകം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ പാനിൽ നിന്ന് എടുക്കാം. കരിയാണ്ട് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.